എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടിരിക്കുന്നത് PSCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ +2 യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, PSC വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗസറ്റ് ഡേറ്റ് വന്നത് 31/12/2025 ആണ്. ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 4/2/2026, അതായത് ഫെബ്രുവരി 4-ാം തീയതിയാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PSC ആദ്യമായിട്ട് എഴുതുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയായിട്ട് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അക്ഷയ സെന്ററിലോ ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് PSC 1 ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതായത് +2, 10th സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഈ പറയുന്ന പോസ്റ്റിന് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി നടക്കാം. അപ്പോൾ നോക്കിക്കേ, എത്ര വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്കും ഈ അതേ വർഷം ജനിച്ചുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 39 വയസ്സ് വരെയും, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. നിങ്ങൾ +2 ക്ലാസ്സിൽ, അതായത് +2 പ്രീ ഡിഗ്രിയോലോ നിങ്ങൾക്ക് ഫിസിക്സ്, അതായത് +2 സയൻസ് പഠിച്ചിട്ടുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആസ് ഓപ്ഷണൽ ആയിട്ടുള്ള വിഷയം പഠിച്ചവർക്കും അല്ലെങ്കിൽ VHSC MLT പഠിച്ചവർക്കും എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഡൗട്ട് ഉണ്ടായിരിക്കും, ഞാൻ +2 ഇതായിരുന്നു പഠിച്ചത്, അപ്പം എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരവും PSC വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് ഇക്വലന്റ് ആയിട്ട് +2 തത്തുല്യമായിട്ട് അവർ പറയുന്ന പോസ്റ്റ് തത്തുല്യമായിട്ട് പറയുന്നത് VHSCയിൽ അഗ്രികൾച്ചർ പഠിച്ചവർക്ക്, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ്, VHSC ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. ഇനി VHSC സയൻസിൽ തന്നെ അഗ്രികൾച്ചർ, ദെൻ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അത് നമുക്ക് VHSC സയൻസ്, ദെൻ മെഡിക്കൽ MLT പഠിച്ചിട്ടുള്ളവർക്ക് ഇക്വലന്റ് ആയിട്ട് വരുന്നതാണ്, പ്രീവിയസ് സെലക്ഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ VHSC സയൻസ് പഠിച്ചിരിക്കുന്നവർക്കും ഈ ഒരു കോഴ്സസ് തന്നെയാണ് +2 അവർ ഇക്വലൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ +2 സയൻസ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അതേപോലെ തന്നെ AZB അക്കാഡമിയിൽ ഇതിനു വേണ്ടിയിട്ടൊരു ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.